നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ആദ്യം കാണുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോർമൽ ലിവിംഗ് ആണ്. ഈ ഫോർമൽ ലിവിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 5.8 മീറ്റർ ബൈ 3.6 ഈ ഫോർമൽ ലിവിങ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു പാർഷ്യൽ സ്പേസ് നമ്മുടെ സ്പൈറൽ സ്റ്റെയർ കേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയർ കേസ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഐഡിയലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഇവിടുന്ന് പൂളിലോട്ടുമുള്ളൊരു വ്യൂവും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റെയർ കേസിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്ലാസ് എലമെൻറ്റ്സ് എല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് മാത്രം ഗ്ലാസ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്ത ഗ്ലാസിന് മുകളിൽ നമ്മൾ ഉടൻ ടോപ്പ് ചെയ്തിട്ട് PU ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റെയർ റൈസ് ചെയ്ത് വരുന്നത് നേരെ നമ്മുടെ ഒരു സ്റ്റഡി പോർഷനിലോട്ടാണ്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഡബിൾ ഹൈറ്റിലുള്ള കട്ടൻ സ്പേസും. അതുപോലെ തന്നെ ഈ ഒരു ഷാലിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെയാണ് നമ്മളൊരു ഈ ഷാലിയറിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസാണ് ഈ വീട്ടിലെ ബാർ കൗണ്ടർ. ഇത് നമ്മുടെ അപ്പർ ലിവിങ്ങിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഡബിൾ ഹൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേസും അവിടെ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ടോപ്പിൽ നമുക്ക് സീലിങ്ങിൽ കോൺക്രീറ്റ് അല്ല, ഇവിടെ ഗ്ലാസ് ടോപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു തിൻ ഡാർക്ക് ഫിലിം കൂടിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഷിയർ കട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത കാരണം തന്നെ പ്രൈവസിയും അതുപോലെ തന്നെ ആ ഒരു ഷാഡോ ലൈറ്റിങ്ങും നമുക്ക് ഭംഗിയായിട്ട് തന്നെ റൂമിൻ്റെ അകത്തേക്ക് എൻട്രി കിട്ടുന്നതാണ്.